കോഴിക്കോടും പാലക്കാടുമായി MDMA-യുമായി 6 പേർ പിടിയിൽ. കോഴിക്കോട് ബാംഗ്ലൂർ ടൂറിസ്റ്റ് ബസ്സിലെ നൈറ്റ് സർവീസ് ഡ്രൈവർമാരാണ് ചേവായൂർ പോലീസിന്റെയും ഡാൻസ് ഓഫിന്റെയും പിടിയിലായത്. പേരാമ്പ്ര കടിയങ്ങാട് ലഹരി വിൽപ്പനക്കാരൻ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പട്ടാമ്പിയിൽ 150 ഗ്രാം MDMA-യുമായി മൊത്തക്കച്ചവടക്കാരായ 3 പേർ പോലീസിന്റെ പിടിയിലായി. ലഹരി ഉപയോഗം വർദ്ധിക്കുകയാണ്. ലഹരിക്ക് അടിമപ്പെട്ടുള്ള അക്രമ സംഭവങ്ങളും. പോലീസും ഡെൻസാഫും ലഹരി ഒഴുക്ക് തടയാൻ വ്യാപക പരിശോധനയാണ് നടത്തുന്നത്. കോഴിക്കോട് നഗരത്തിലെ പലയിടങ്ങളിലും MDMA എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് ചേവായൂരിൽ പിടിയിലായ 2 പേർ. 31.70 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. കോഴിക്കോട് ബംഗളൂരു ടൂറിസ്റ്റ് ബസ്സിലെ നൈറ്റ് സർവീസ് ഡ്രൈവർമാരാണിവർ. ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ടൂറിസ്റ്റ് നൈറ്റ് സർവീസ് ബസ്സിലെ ജീവനക്കാർ ഇങ്ങനെ ലഹരി ഉപയോഗവും ലഹരി കടത്തും നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചിരുന്നു. തുടർന്നായിരുന്നു പരിശോധന. കോവൂർ സ്വദേശി അനീഷ്, തിരുവനന്തപുരം വെള്ളക്കടവ് സ്വദേശി സനൽകുമാർ എന്നിവരാണ് പിടിയിലായത്. ഇവർ ബംഗളൂരുവിൽ നിന്നാണ് ഈ MDMA എത്തിച്ചത്. നിരവധി തവണ ഇവർ ലഹരിമരുന്ന് എത്തിച്ചിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. 2 പേരും 2 മാസത്തോളമായി ഡൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് ആരാണിവർക്ക് ലഹരിമരുന്ന് കൈമാറുന്നത്, ആർക്കൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്, പോലീസ് അന്വേഷിച്ചു വരികയാണ്. പേരാമ്പ്രയിൽ 11.5 ഗ്രാം MDMA-യുമായി പേരാമ്പ്ര കടിയങ്ങാട് തെക്കേടത്ത് കടവ് സ്വദേശി മേലേടത്ത് OP സുനീറാണ് പേരാമ്പ്ര പോലീസിന്റെ പിടിയിലായത്. കടിയങ്ങാട് തെക്കേടത്ത് കടവ് പ്രദേശങ്ങളിൽ ലഹരിക്കടിമകളായ ചെറുപ്പക്കാർ പ്രശ്നമുണ്ടാക്കിയപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. പ്രതി സുനീർ വിൽപ്പനയ്ക്ക് ഇറങ്ങിയ സമയത്ത് നാട്ടുകാർ ഇയാളെ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പാലക്കാട് പട്ടാമ്പിയിൽ 150 ഗ്രാമിലേറെ MDMA-യുമായി മൊത്തക്കച്ചവടക്കാരായ 3 പേരാണ് പിടിയിലായത്. മുതുതല പറക്കാട് നിന്നാണ് 11.54 ഗ്രാം MDMA-യുമായി മണ്ണേങ്ങോട് സ്വദേശി അക്ബർ ആദ്യം പിടിയിലായത്. ഇയാൾക്ക് ഇനിയും MDMA ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മൊത്തക്കച്ചവടക്കാരെ പട്ടാമ്പിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അനന്താപൂർ സ്വദേശി ഹാരിസ്, വളാഞ്ചേരി സ്വദേശി അൻഷിഫ് എന്നിവരിൽ നിന്നായി 148.15 ഗ്രാം MDMA-യും കണ്ടെടുത്തു. ഇവരാണ് പട്ടാമ്പി മേഖലയിലെ ഏജന്റുമാർക്ക് MDMA എത്തിച്ചു നൽകുന്നത്. കഴിഞ്ഞ ദിവസം 105 ഗ്രാം MDMA-യുമായി BBA വിദ്യാർത്ഥിയും കോഴിക്കോട് പിടിയിലായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ പോലീസിനെ കൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ജനകീയ കൂട്ടായ്മകൾ ഉയർന്നു വരണം. ബോധവൽക്കരണം വേണം, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ. മിഥില ബാലൻ, 24 കോഴിക്കോട്.